നമ്മളൊരു വീടിൻ്റെ ഇൻറ്റീരിയർ പ്ലാൻ ചെയ്യുമ്പോൾ ഒട്ടുമിക്ക കസ്റ്റമറും ആവശ്യപ്പെടുന്ന ഒരു റിക്വയർമെൻ്റാണ് ഈ ഹുഡ് ആൻഡ് ഹോബ്, കിച്ചൻ്റെ ഹുഡ് ആൻഡ് ഹോബ് ഈസ്റ്റ് ഡയറക്ഷനിൽ വരണം എന്നുള്ളത്. അത് നമ്മുടെ നാട്ടിൽ ജാതിമത ഭേദമന്യേ എല്ലാ ആൾക്കാരും, ഓൾമോസ്റ്റ് ഒരു 90% ആൾക്കാരും ചോദിക്കാറുണ്ട് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് ഇത് വരണം എന്നുള്ളത്. അതിനനുസരിച്ചിട്ടാണ് മിക്ക ബിൽഡേഴ്സും ഇത് കൺസ്ട്രക്ട് ചെയ്ത് പോകുന്നത് പോലും. അങ്ങനെ ഈസ്റ്റ് ഡയറക്ഷൻ നമ്മൾ നോക്കി ഈ ഹുഡ് ആൻഡ് ഹോബ് പ്ലേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഒരു കിച്ചൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭാഗമാണ് ഈ ഹുഡ് ആൻഡ് ഹോബ് വരുന്നത്. കാരണം അതൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് അതിൻ്റെ ഒരു പൊസിഷൻ നോർമലി സെറ്റ് ചെയ്യുക. പക്ഷേ ഈസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ പൊസിഷൻ ഒന്ന് ഔട്ടായി പോകുന്ന പല സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ നമുക്കൊരു ഇഷ്യൂ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അതെങ്ങനെ വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു വീട്ടിൽ 2 കിച്ചണുണ്ട് എന്ന് വിചാരിക്കുക. മെയിൻ കിച്ചണും അതേപോലെ തന്നെ വർക്കിംഗ് കിച്ചണും. അപ്പോൾ വർക്കിംഗ് കിച്ചണിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് ഹുഡ് ആൻഡ് ഹോബ് ഇല്ലെങ്കിൽ അവിടുത്തെ ഗ്യാസ് സ്റ്റൗ കാര്യങ്ങളെല്ലാം നമുക്കത് പ്ലാൻ ചെയ്യാൻ പറ്റിയാൽ പിന്നെ അവിടെ കൊണ്ട് നമുക്ക് ആ വാസ്തു എന്ന് പറയുന്ന സാധനം ക്ലിയർ ആവുന്നുണ്ട്. ദെൻ നമ്മൾ മെയിൻ കിച്ചണിലേക്ക് വരുമ്പോൾ അതിനും എഗെയിൻ ഈസ്റ്റ് ഡയറക്ഷൻ തന്നെ നോക്കണം എന്നൊരു നിർബന്ധവുമില്ല. അപ്പോൾ നമ്മളുടെ മെയിൻ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഷോക്ക് കിച്ചൺ സെറ്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് വളരെ കൃത്യമായിട്ട് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസിൽ നമുക്ക് ഹുഡ് ആൻഡ് ഹോബ് പ്ലേസ് ചെയ്യാം. എന്നാൽ വാസ്തു നമുക്ക് വർക്ക് ഏരിയയിൽ ക്ലിയർ ചെയ്യപ്പെടുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ സമയത്തൊക്കെ ഇത് ഫേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഇതും കൂടി ഒന്ന് നോക്കിയേക്കുക. ഇറ്റ് വിൽ ബി മോർ ബെറ്റർ.